എന്നാൽ ബുക്ക് നോക്കി നീന്തൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ 23 വയസ്സുണ്ടായിരുന്നപ്പോൾ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം 1979. ആ സമയം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി കടലിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ശരിക്കും അന്ന് ഞാൻ വെള്ളത്തിൽ മുങ്ങി, വെള്ളം കുടിച്ചു. ആ വെപ്രാളം അറിഞ്ഞു. നമ്മൾ ദിവസവും വാർത്തകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ, ഇന്ന് 2 പേര് മരിച്ചു, ഇന്ന് 3 പേര് മരിച്ചു, വെള്ളത്തിൽ മുങ്ങു. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നീന്തൽ പഠിപ്പിക്കുന്നില്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളും കുറവാണ്. ഇത് മനസ്സിലാക്കി എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ചെറുതിലേ തന്നെ നീന്തൽ പഠിപ്പിക്കണം. അപ്പം ഞാൻ ഈ അനുഭവം കഴിഞ്ഞിട്ട് ബുക്ക് നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീന്തൽ പഠിച്ചു. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ബുക്ക് നോക്കി നീന്തൽ പഠിക്കാൻ പറ്റുകയില്ല എന്ന്. യു കാൺ ലേൺ ടു സ്വിം ബൈ റീഡിങ് എ ബുക്ക്. പക്ഷേ ബുക്ക് നോക്കി നീന്തൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കോളേജിലെ അക്വാറ്റിക്സ് ക്യാപ്റ്റനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ. പിന്നെ ഞാൻ നീന്തലിന്റെ പല വശങ്ങളും പഠിച്ചു. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിരിക്കണം. കാരണം വാട്ടർ ഈസ് വെരി അട്രാക്റ്റീവ്. ഒരു നീന്തൽ കുളം കാണുമ്പം എത്ര ശാന്തമായ കുളമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ഒരു 5 അടി മതി നമ്മളെ മുക്കാൻ. മറ്റു ജന്തുക്കളെ പോലെ സ്വയം നീന്തി രക്ഷപ്പെടാനുള്ള കഴിവ് നമുക്കില്ല. അപ്പൊ ഈ വരുന്ന സമ്മർ വെക്കേഷനിൽ നിങ്ങളുടെ അടുത്ത സ്വിമ്മിംഗ് പൂൾസിലെല്ലാം സമ്മർ സ്വിമ്മിംഗ് ക്യാമ്പ്സ് കാണും. അവിടെ വിട്ട് നിങ്ങളുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക. പക്ഷേ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ നീന്തൽ പഠിക്കും? 20 വയസ്സ്, 25, 30, 40, 50, 60 ആ പ്രായങ്ങളിൽ നമ്മൾ എങ്ങനെ നീന്തൽ പഠിക്കും? ആ പ്രായങ്ങളിലും പഠിക്കാം. പക്ഷേ ആ പ്രായത്തിൽ നമ്മൾ നീന്തൽ പഠിക്കുമ്പം ഒരു ഏറ്റവും വലിയ തടസ്സമായി വരുന്നത് നമ്മുടെ ബ്രെത്ത്ലെസ്നെസ്, നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു ആങ്സൈറ്റി. അതിനുവേണ്ടി കുറച്ച് ഡ്രൈ ലാൻഡ് എക്സസൈസസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കരയിൽ അത് പരിശീലിച്ചിട്ട് നീന്താൻ പോയാൽ നടക്കുന്ന ലാഘവത്തോടുകൂടി നിങ്ങൾക്ക് നീന്താൻ സാധിക്കും. അഡൽട്ട് സ്വിമ്മിങ്, മുതിർന്നവർ കഷ്ടിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്താൻ പഠിച്ചവർക്ക് അനായാസേന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ സാധിക്കും. അതിന് താല്പര്യമുള്ളവർ ലിങ്ക് ഇടുക. ഞാൻ അതിനായിട്ടൊരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ട് അതുവഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്തെല്ലാം പരിശീലിക്കണം, എങ്ങനെ ശ്വസിക്കണമെന്ന് പരിശീലിക്കണം, എപ്പം നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കണം, എപ്പം തല തിരിക്കണം. ഇതെല്ലാം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷേ നിങ്ങൾ സ്വയം സ്വിമ്മിംഗ് പൂളിൽ ഒരു കോച്ചുമായി നീന്തൽ പരിശീലിക്കുക ആദ്യം. അപ്പൊ കഷ്ടിച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീന്താൻ സാധിക്കുന്ന മുതിർന്ന വ്യക്തികൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നടക്കുന്ന എളുപ്പത്തിൽ നീന്താൻ സാധിക്കും. പക്ഷെ ഇത് മുതിർന്നവർക്ക്, കൊച്ചുകുട്ടികൾക്ക് ഒരു കോച്ചിനെ വെച്ച് നിങ്ങൾ ഉറപ്പായിട്ടും നീന്തൽ പരിശീലിപ്പിക്കണം ഈ സമ്മർ വെക്കേഷനിൽ തന്നെ. പിന്നെ വേറെ ചില പ്രിക്കോഷൻസ്, ഒരിക്കലും നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കുളത്തിലോ വെള്ളത്തിലോ നമ്മൾ ഇറങ്ങരുത്. ഒരിക്കലും ഒറ്റയ്ക്ക് ഇറങ്ങരുത്. അപ്പൊ നിങ്ങൾ നീന്തൽ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ പോലും വേറൊരു വ്യക്തിയെ സഹായിക്കാൻ പ്രത്യേക പരിശീലനം വേണം. വേറൊരു വ്യക്തിയെ സഹായിക്കേണ്ടി വന്നാൽ ആദ്യം ചുറ്റുമുള്ളവരെടുത്ത് അറിയിക്കുക. പിന്നെ വേറെന്തെങ്കിലും രീതിയിൽ ഒരു കയറോ കമ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ നോക്കുക. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാവൂ. പിന്നെ ഒരു കോച്ചോ ലൈഫ് ഗാർഡോ ഇല്ലാത്ത ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങരുത്. പിന്നെ വേറൊന്ന്, ഡൈവിങ്. സ്വിമ്മിംഗ് പൂളിന്റെ ആഴം അറിയാതെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഡൈവ് ചെയ്യരുത്. പിന്നെ വേറൊന്ന്, ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു എന്ന് തോന്നിയാൽ അപ്പൊ തന്നെ നിങ്ങളൊരു ചെവി ഡോക്ടറെ കാണിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പക്ഷെ എല്ലാവരും നീന്തൽ പഠിച്ചിരിക്കണം, മുതിർന്നവരും കുട്ടികളും. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. നമസ്കാരം.